ചെയറിൻ്റെ കൂടെ സമ്മതത്തോടു കൂടി ഒരു പേപ്പർ പ്രസൻറ്റേഷൻ എന്നുള്ളതിനേക്കാൾ ഒരു നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന കമൻറ്റ് സെക്ഷനിലേക്കുള്ള ഒരു കടന്ന് പോക്ക് അല്ലെങ്കിൽ അതിലേക്ക് കടക്കുന്ന ഒരു സംഭാഷണം മാത്രമായി എൻ്റെ പ്രസൻറ്റേഷനെ ചുരുക്കാനാണ് ഞാൻ ഓൾറെഡി ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു ബൃഹത്തായ ഒരു നല്ലൊരു റിസർച്ച് പേപ്പർ കശ്മീർ ക്വസ്റ്റനെ കുറിച്ച് ഞാൻ അവതരിപ്പിക്കും എന്ന് കരുതി വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അവരോടൊരു ക്ഷമാപണത്തോടും കൂടിയാണ് ഞാൻ ആ ചുരുക്കൽ. അതിനൊരു കാരണമുണ്ട്. ഷെഡ്യൂളിലെ ചില ഇഷ്യൂസും എൻ്റെ ട്രാവൽ ഡേറ്റ്സും കൂടെ മിക്സായി വന്ന സ്ഥലത്ത് എന്നെ ഒഴിവാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ട ഒരു പരിപാടിയാണ്. അവിടെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് എന്നുള്ള ഒരു സംഘടന വളരെ പ്രസക്തമായ ഒരു വിഷയത്തിൽ വളരെയധികം പണിപ്പെട്ടെടുത്ത് നടത്തുന്ന ഒരു കോൺഫറൻസിൽ അവർ കാണിക്കാൻ ഉദ്ദേശിച്ച ഒരു പൊളിറ്റിക്സ് ഓഫ് ഇൻക്ലൂഷൻ അതിനെ മാനിച്ചുകൊണ്ടാണ് ചെറിയ ഒരു കമൻ്റ് ആയാലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് പറയണമെന്ന് കരുതി ഇവിടെ വന്നത്. രണ്ട് തരത്തിലാണ് അതിനെ ഞാൻ പൊളിറ്റിക്സ് ഓഫ് ഇൻക്ലൂഷൻ എന്ന് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, കാശ്മീർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതുവരെയുള്ള ചരിത്രത്തിൽ എന്ത് കാശ്മീരിൽ സംഭവിച്ചു, അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളെക്കുറിച്ച് മൊത്തത്തിലെടുത്തല്ല, ഇപ്പോൾ കാശ്മീരിൽ പുതിയതായി തുടങ്ങിയ ന്യൂ ഷട്ട് ഡൗൺ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കർഫ്യൂ, അതിലേക്ക് നയിച്ച വിഷയങ്ങൾ, ആ വിഷയം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് ഇന്ന് വരെ കേരളത്തിൽ എത്ര സംഘടനകൾ അല്ലെങ്കിൽ കേരളത്തിൽ എത്രത്തോളം ആ വിഷയത്തിൽ കശ്മീരിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പരിപാടികൾ ഉണ്ടായെങ്കിൽ എത്ര പരിപാടികൾ ഉണ്ടായി? എൻ്റെ ധാരണ, ഞാനത് കംപ്ലീറ്റായ കണക്കാണെന്ന് പറയുന്നില്ല, പക്ഷേ എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഒരു സംഘടന അല്ലാതെ ഒരു കളക്റ്റീവ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കണ്ണൂർ ഒത്തുകൂടി ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയുണ്ടായി. അതൊരു സാമുദായിക സംഘടനയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് മൂവ്മെൻ്റ് ആയിരുന്നില്ല. കുറച്ച് കൺസേൺഡ് സിറ്റിസൺസ് അവർ ഒത്തുകൂടുകയും കാശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ച് ഈ ഒരു അവസരത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അവരുടെ പിന്നാലെ അന്വേഷണ ഏജൻസികൾ പിന്തുടരുകയും റൗണ്ടപ്പ് ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് അവരെ നീക്കുകയും അതിനുശേഷം തുടരെ അവർ പലരുടെയും വീടുകളിൽ കയറി ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടി രംഗം ഗംഭീരമാവുകയാണ്. അത് കഴിയുമ്പോൾ പിന്നെ ആരും അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ചും കശ്മീരിനെ കുറിച്ച് സൈലൻസിലേക്ക് പിന്തള്ളപ്പെടുന്നു. ആരെങ്കിലും നടത്തിയിട്ടുള്ള ഏതെങ്കിലും പരിപാടി എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാകാം, എനിക്കറിയില്ല. എന്തായാലും ഒരു വലിയ ഒരു തലത്തിൽ അങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ രണ്ടാമതൊരു പരിപാടി നടത്തിയിരുന്നു, അത് തിരുവനന്തപുരത്ത് NCHROയുടെ ബാനറിൽ ഒരു പരിപാടി നടത്തി. അതിൽ ഞാനും പങ്കെടുത്ത് സംസാരിച്ചിരുന്നു. ആ പരിപാടിയിൽ അവിടെ വെച്ച് ആ പരിപാടി നടത്തപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് അതിൻ്റെ സീനും കൂടി ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രസ് ക്ലബിൽ നടത്താനിരുന്ന ആ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കാനുണ്ടായിരുന്നത് NCHROയുടെ തന്നെ മെമ്പേഴ്സായ റെനി ഐലിൻ, ശിവൻകുട്ടി സർ, BRP ഭാസ്കർ, ജയദേവിക, ഞാൻ, രൂപേഷ് കുമാർ, പലരെയും നിങ്ങൾക്കറിയാവുന്നതാണ്. ഞങ്ങളൊക്കെയാണ് സംസാരിക്കാനുണ്ടായിരുന്നത്. പക്ഷേ പ്രസ് ക്ലബിൽ നിന്നും തലേന്ന് ആ വെന്യൂ NCHRO മാറ്റുകയും ട്രിവാൻഡ്രം ഹോട്ടലിലെ ഒരു അടഞ്ഞ ഹാളിലേക്ക് അതിനെ ചുരുക്കി. വേദിയിലെത്തുന്ന ഞാൻ കാണുന്നത് അവിടെ ഒരു ബാനറോ പോസ്റ്ററോ ഒന്നുമില്ല. ഞാൻ കരുതി എനിക്ക് വേദി തെറ്റിപ്പോയി, ഞാൻ വേദി മാറി എങ്ങാണ്ട് എത്തി. അങ്ങനെ വളരെ സ്മോൾ സ്കെയിലിൽ ആരുടെയും റഡാറുകളിൽ ചെന്നുപെടാതെ അല്ലെങ്കിൽ ഒരു RSS
കടന്നുകയറ്റമോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽ കരടോ ആകാത്ത വണ്ണം നമ്മൾ കുറച്ച് പേർ ഒരു റൂമിനകത്ത് കശ്മീരിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. ഇവിടെയാണ് ഞാൻ പൊളിറ്റിക്സ് ഓഫ് ഇൻക്ലൂഷൻ പറയാൻ ശ്രമിച്ചത്. സോളിഡാരിറ്റി, ഞാൻ ഈ പരിപാടിയിൽ നിന്ന് സമയക്കുറവ് മൂലം പിന്മാറാൻ ശ്രമിച്ചപ്പോൾ എന്നോട് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞത്, ഒന്ന്, കശ്മീരിനെ കുറിച്ച് സംസാരിക്കുന്ന മറ്റൊരു പേപ്പർ ഈ കോൺഫറൻസിലില്ല. അപ്പോൾ ആ പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നിങ്ങൾ കഴിവതും പങ്കെടുക്കാൻ ശ്രമിക്കണം. രണ്ടാമത്, പറഞ്ഞില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയ ഒരു പൊളിറ്റിക്സ് ഓഫ് ഇൻക്ലൂഷനാണ് ഫീമെയിൽ പാർട്ടിസിപ്പൻസ്, ഫീമെയിൽ പേപ്പർ പ്രസൻറ്റേഴ്സിൻ്റെ എണ്ണം. അത് ബ്രോഷർ കിട്ടിയ ഉടനെ ഞാൻ എണ്ണുന്ന ഒരു കാര്യമാണ്. ഞാൻ നോക്കി, വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും ഞാനും പിന്മാറുമ്പോൾ വീണ്ടും സംഘടന അതങ്ങനെ അല്ല, ആ പൊളിറ്റിക്സ് ഓഫ് ഇൻക്ലൂഷൻ വേണമെന്ന് കണക്കാക്കിയതിൻ്റെ പേരിൽ നിർബന്ധപൂർവം വീണ്ടും എന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. അപ്പം ആ പൊളിറ്റിക്സ് ഓഫ് ഇൻക്ലൂഷൻ അത് അവിടെ പറഞ്ഞു നിർത്തിയ ശേഷം തിരിച്ച് ഞാൻ ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, കശ്മീരും പൊളിറ്റിക്സ് ഓഫ് ഇൻക്ലൂഷനിലേക്കും. അതല്ലാതെ ഞാനിവിടെ കശ്മീർ വിഷയത്തിൽ പറയാൻ ഉദ്ദേശിച്ച പേപ്പർ, മീഡിയ, ഇസ്ലാമോഫോബിയ ആൻഡ് ദ കശ്മീർ ക്വസ്റ്റ്യനിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത് ദ പൊളിറ്റിക്സ് ഓഫ് ലാംഗ്വേജ് യൂസേജ്, അല്ലെങ്കിൽ മീഡിയ റിപ്പോർട്ടേജിലുള്ള ലാംഗ്വേജിൻ്റെ യൂസേജ് എങ്ങനെയാണ് കശ്മീർ എന്ന വിഷയത്തെ നോക്കിക്കാണാൻ ഇന്ത്യൻ സിറ്റിസൻസിനെ പ്രേരിപ്പിക്കുന്നത്. ആ ഒരു പൊളിറ്റിക്സ് ഓഫ് ലാംഗ്വേജിനെ കുറിച്ച് പറയാൻ ആഗ്രഹിച്ച ചില വളരെ മൈന്യൂട്ട് പോയിൻറ്റ്സ് എന്തായിരുന്നു എന്നുള്ളതല്ലാതെ അതിലേക്ക് റിസർച്ച് പേപ്പർ ഒന്നും പ്രസൻറ്റ് ചെയ്യുന്നില്ല. പൊളിറ്റിക്സ് ഓഫ് ലാംഗ്വേജ് എന്ന പോയിന്റിൽ പിടിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്രയും സൂക്ഷ്മ വീക്ഷണത്തോടു കൂടി ആ പൊളിറ്റിക്സ് ഓഫ് ഇൻക്ലൂഷൻ ഉദ്ദേശിച്ച് നമ്മൾ ഇവിടെ ഒത്തുകൂടുമ്പോൾ പൊളിറ്റിക്സ് ഓഫ് ലാംഗ്വേജ് നമ്മൾ വിട്ടുപോകാൻ പാടില്ല എന്ന കമൻറ്റ് സെക്ഷനിലേക്ക് വരികയാണ്. ഇത് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചുകൊണ്ട് നമ്മളോട് ഷാക്കിർ സാഹിബ് പറഞ്ഞത് ഞാൻ വളരെ സഗൗരവം ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമോഫോബിയ ഉണ്ട്, ഇസ്ലാമോഫോബിയ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഇസ്ലാമോഫോബിയയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയും അത് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട്. ആ ലാംഗ്വേജിനെ പ്രോബ്ലമറ്റൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മറ്റ് പല പേപ്പറുകളും അതിൻ്റെ പല വശങ്ങൾ പറഞ്ഞു, പക്ഷേ അതിനെ ഡിറക്റ്റ്ലി ഞാൻ ഈ സംഘടനയുടെയും ഇവിടെ ഒത്തുകൂടിയവരുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമോഫോബിയ എന്നൊന്ന് ഉണ്ടാവുന്നതല്ല, ഇറ്റ് ഈസ് മാനുഫാക്ചേർഡ്. അത് മാനുഫാക്ചർ ചെയ്യുന്നതിന് പിന്നിൽ റമോൺ ഗ്രോസ്ബുകൾ ഇവിടെ സംസാരിച്ചതുപോലെ അതിന് വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ട്. CP ജോൺസറും അത് തന്നെയാണ് പറയാൻ ശ്രമിച്ചത്. എന്തുകൊണ്ട്, വൈ ഇസ് ഇറ്റ് പൊളിറ്റിക്കലി വയബിൾ ടു ഹാവ് ഇസ്ലാമോഫോബിയ ഇൻ അവർ മിഡ്സ്റ്റ്? അപ്പം നമ്മൾ ഇസ്ലാമോഫോബിയ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു കർത്താവില്ല. ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെ, അതൊരു വ്യക്തിയോ ഒരു പാർട്ടിയോ ഒരു സംഘടനയോ RSS എന്ന സംഘടനയോ മാത്രം ഉണ്ടാക്കുന്നതല്ല, ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക്. ആ സിസ്റ്റമാറ്റിക് സംഭവത്തെ പ്രതിസ്ഥാനത്ത് നിർത്താതെയാണ് നമ്മളിത് ഉണ്ടാവുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വേറെയും ഒരു അരാഷ്ട്രീയം കടന്നു വരുന്നുണ്ട്. അതായത് ഇതിനെ നമ്മൾ എങ്ങനെയാണ് ചെറുക്കാൻ ശ്രമിക്കുന്നത്. ഇന്നിതുവരെ കംപ്ലീറ്റ്ലി ജനറലൈസ് ചെയ്ത് പറയാൻ ശ്രമിക്കുകയല്ല, എന്നാലും എൻ്റെ നിരീക്ഷണത്തിൽ ഇന്നിതുവരെ നമ്മുടെ റിഫോമിസ്റ്റായ മുസ്ലിം സംഘടനകൾ ചെയ്യുന്നത്, ഇസ്ലാമോഫോബിയ ഉണ്ടാവുമ്പോൾ ഏറ്റവും അധികം അവർ ശ്രദ്ധിക്കുന്നത് അവരിലേക്കാണ്. ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയയെ ലെജിറ്റമൈസ് ചെയ്യുന്ന എന്തോ ഒരു കുറവ് ഇസ്ലാമിലുണ്ടോ, അല്ലെങ്കിൽ മുസ്ലിങ്ങളിലുണ്ടോ, നമ്മളിലുണ്ടോ? ഇത് നമ്മളിലില്ല, ഇല്ല, അത് ഇസ്ലാമിനുള്ളിലില്ല അല്ലെങ്കിൽ മുസ്ലിങ്ങളിലില്ല എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ഡിഫെൻസീവ് മൂവ്മെൻ്റാണ്. നമ്മളിവിടെ ഇസ്ലാമോഫോബിയ എങ്ങനെ ഉണ്ടാകുന്നു, അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ തലങ്ങൾ എന്താണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് പറയുമ്പോൾ ടു പ്രോങ്ഡ് ആണ് ഇസ്ലാമോഫോബിയ. വൺ ഇസ്
അത് ഈ പറഞ്ഞതുപോലെ ഒരു ഇൻഫീരിയോറിറ്റി നിർമ്മിക്കാൻ ശ്രമിക്കുന്നു. നമ്മളിൽ പലരും ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളിൽ അത് പേറാൻ നമ്മളുടെ മേൽ സമ്മർദ്ദമുണ്ടാക്കി നമ്മൾ തിരിച്ച് ഡിഫെൻസീവ് ആവാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊന്നുണ്ട്, നമ്മുടെ മേൽ ഏൽപ്പിക്കപ്പെടുന്ന സമ്മർദ്ദം. ഈ സമ്മർദ്ദത്തിൻ്റെ മേൽ നമ്മൾ സൈലൻസ്ഡ് ആവുകയാണ്. സോ ഇസ്ലാമോഫോബിയ ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഈസ് ബീയിങ് പൊളിറ്റിക്കലി യൂസ്ഡ് അഗൻസ്റ്റ് അസ്. ഇറ്റ് ഈസ് ഓൾസോ എൻഷ്യൂറിങ് അവർ പൊളിറ്റിക്കൽ സൈലൻസ്. ആത്മഹത്യാപരമായി എന്താണ് സ്വയം ഒരു സംഘടന അല്ലെങ്കിൽ സോളിഡാരിറ്റിയെ പോലെ ഒരു സംഘടനയോ ഇവിടെയുള്ള ഏതെങ്കിലും വ്യക്തികളോ ആത്മഹത്യാപരമായി എന്താണ് ഇതിനെ ചലഞ്ച് ചെയ്യണമെന്ന് കരുതി ഇറങ്ങി തിരിച്ച് കേസുകളിൽ അകത്താവണം എന്നൊരിക്കലും ഞാൻ പറയില്ല. ഞാൻ പോലും സംസാരിക്കുന്നതിൽ, ഞാൻ ഇന്ന് കശ്മീരിനെ കുറിച്ച് സംസാരിക്കണമെന്ന് തീരുമാനിച്ച് ഇറങ്ങിത്തിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു വ്യക്തമായ കാര്യമുണ്ട്. ഇന്ന വിഷയങ്ങൾ, എനിക്ക് കശ്മീരിനെ കുറിച്ചുള്ള ധാരണയിൽ ഇന്ന വിഷയങ്ങൾ ഒരിക്കലും എൻ്റെ സംസാരത്തിൽ ഞാനിവിടെ സംസാരിക്കരുത് എന്ന്. ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ബീയിങ് എന്താണ് സേഫ് ആസ് എ പേഴ്സൺ, ആസ് എ മുസ്ലിം പേഴ്സൺ എന്ന് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പം അതല്ല ഞാൻ ആവശ്യപ്പെടുന്നത്. ഈ സൈലൻസ് നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ തിരികെ നൽകുന്ന ഉത്തരങ്ങൾ എപ്പോഴും ഇസ്ലാമിലല്ല, അല്ലെങ്കിൽ ഇസ്ലാം സന്തുലിതമാണ് എന്ന ഒരു സംജ്ഞ, അത് ഈ അടുത്ത് കാണുന്ന പൊളിറ്റിക്കൽ ബാനർ അതായതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇസ്ലാം സന്തുലിതമാണ് എന്ന മറുപടിയല്ല, അതിനേക്കാൾ ഈ ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കുന്ന ഐഡൻറ്റിറ്റികൾ, അതിലെ ഫിഷേഴ്സ്, എന്തുകൊണ്ട് അവർ ഈ ഇസ്ലാമോഫോബിയ സൃഷ്ടിച്ചെടുക്കുന്നു എന്ന് തന്നെ തിരിച്ച് അവരോട് സംസാരിക്കലാണ്. അതായത് ഇൻസ്റ്റെഡ് ഓഫ് സിറ്റിംഗ് ആൻഡ് ലുക്കിംഗ് അറ്റ്, ഓർ ഇൻസ്റ്റെഡ് ഓഫ് ട്രൈങ് ടു ഗിവ് ദം ആൻസേഴ്സ് that Islam is not radical, Islam is not a terrorist organization, അതിന് ഉള്ള ശ്രമങ്ങളെക്കാൾ നമ്മൾ എന്തുകൊണ്ട് അവർ why are you doing this എന്നുള്ള നമ്മുടെ ഐഡൻറ്റിറ്റിയെ പോയിന്റ് ചെയ്ത് നിങ്ങളിങ്ങനെ പ്രതികരിക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇസ്ലാമിനെ മുറുകെ പിടിച്ച് സംസാരിക്കുന്നത് നിങ്ങളിൽ വർഗീയത ഉള്ളത് കൊണ്ടാണ് എന്ന് ആക്ഷേപിക്കുന്നവരോട്, നിങ്ങൾക്ക് ഞങ്ങളിൽ വർഗീയത തോന്നുന്ന പവർ, പൊളിറ്റിക്കൽ, സിസ്റ്റമാറ്റിക്, കാസ്റ്റ് സ്ട്രക്ചേഴ്സ്, അതിൻ്റെ പിന്നിൽ അവർക്ക് കിട്ടുന്ന ഗുണഫലങ്ങൾ എന്താണ് എന്ന് അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കാൻ കഴിയുന്ന ആൻസേഴ്സ് നമുക്ക് ഇങ്ങനെ ഒരു കോൺഫറൻസിൽ നിന്ന് നേടണം എന്നെനിക്കുണ്ട്. അടുത്തതായി ഈ പൊളിറ്റിക്സ് ഓഫ് ലാംഗ്വേജ് പറഞ്ഞു വെക്കുന്ന സ്ഥലത്ത് തന്നെ ഡിഫെൻസീവായി നമ്മൾ പെരുമാറുന്നു, അല്ലെങ്കിൽ നമ്മളിൽ നിന്നുണ്ടാവുന്ന പല ഉത്തരങ്ങൾക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഉണ്ടാവുന്ന സംജ്ഞകൾക്ക് ഉത്തരം പറയാൻ, അത് സത്യമാകട്ടെ മിഥ്യയാവട്ടെ, അഷ്റഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ, അല്ലെങ്കിൽ ഐസിസ് പോലെയുള്ള വിഷയങ്ങളിൽ നമ്മളിൽ പലരും പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മളെയെല്ലാം മീഡിയ ഇൻ്റർവ്യൂകളിലും ചർച്ചകളിലും വിളിച്ചിരുത്തി എന്താണ് ഇതിന് പിന്നിലെ പ്രശ്നം, എന്തുകൊണ്ട് മുസ്ലിമിൽ ഓൾറെഡി ഒരു അതിവൈകാരികതയും റിലീജിയോസിറ്റിയും ആരോപിക്കുകയും എന്നിട്ട് ഇത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത് ഒന്നുകിൽ ഡിഫെൻസീവായ ഉത്തരങ്ങൾ കൊണ്ടും, അല്ലെങ്കിൽ വളരെ ഷാർപ്പായി പറയുകയാണെങ്കിൽ നേറ്റീവ് ഇൻഫോർമൻസ് എന്നുള്ള രീതിയിലുമായി പോകുന്നു എന്നുകൂടി ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളിൽ പലരും, അല്ലെങ്കിൽ സംഘടനാ ബോധമുള്ള, അല്ലെങ്കിൽ ഇവിടെ പെർട്ടിക്കുലർലി പറയുന്നില്ല, പക്ഷേ ഐസിസ് വിഷയം കേരളത്തിൽ ഉണ്ടാവുകയും അല്ലെങ്കിൽ കേരളത്തിന് മേൽ ആരോപിക്കപ്പെടുകയും അതിന് കൃത്യമായ തെളിവുകൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ പോലും പരസ്പരം മുസ്ലിം സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ ശ്രമിച്ചത് ഞങ്ങളിൽ ഈ തീവ്രവാദമില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ അജണ്ടയിൽ ഇതില്ല, മറ്റുള്ളവരിൽ ഇതുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ ഇസ്ലാമോഫോബിയെ ചലഞ്ച് ചെയ്യാനെന്ന് പറഞ്ഞ് ഇവിടെ ഒത്തുകൂടുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ആഫ്റ്റർ ദിസ്? നമ്മളെല്ലാവരും ഇത് കേട്ട് പിരിഞ്ഞു പോയി കഴിഞ്ഞാലും, ഇഫ് വി ഡോണ്ട് ട്രൈ ടു ചേഞ്ച് ഹൗ വി പേഴ്സണലി, ഈച്ച് പേഴ്സൺ ഇൻ ദിസ് റൂം ട്രൈസ് ടു ഡിഫെൻഡ് ഇസ്ലാം, ട്രൈസ് ടു ഹോൾഡ് ഓൺ ടു ദെയർ ഓൺ ഐഡൻറ്റിറ്റീസ്, ഇതെല്ലാം ഈ ഡിഫെൻസീവ് മോഡിലാവുകയാണെങ്കിൽ, ബിക്കോസ് ഇസ്ലാമോഫോബിയ ഇസ് ദെയർ, ഇസ്ലാമോഫോബിയ ഉണ്ടായി എന്ന് പറയുന്നത്
നെ അങ്ങനെ ചലഞ്ച് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളത്, ഫൈനൽ ഡേ ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇന്നേ എൻ്റെ എല്ലാ അഭിപ്രായങ്ങളും പറഞ്ഞു പോകാൻ ശ്രമിക്കുകയാണ്. നമുക്കെങ്ങനെ അതിന് കഴിയണം, അതിനുതകുന്ന ഒരു തലത്തിലേക്ക് ഇത് എത്തിച്ചേരണം. 9 മിനിറ്റിൻ്റെ മുക്കാലിൽ ഞാൻ എടുത്തു എന്ന് തോന്നുന്നു. 1-2 ഒരു പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ. Okay, the last thing is, or let me say, not coming to the language of politics, but ഇവിടെ ഈ ഇസ്ലാമോഫോബിയ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന ടു പ്രോങ്ഡ് ആയിട്ടുള്ള ഒരു ബാധ്യത എന്നുള്ള നിലയിൽ ഞാൻ അടുത്ത് പറഞ്ഞതാണ്, നമ്മളെ എങ്ങനെ അത് വളരെ പവർലെസ് ആക്കി മാറ്റുന്നു. അതായത് നമ്മളുടെ മേൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല. പ്രതികരിക്കണമെന്ന ആഗ്രഹമുണ്ട് കശ്മീർ വിഷയത്തിൽ. പക്ഷേ ആ ഒരു കണ്ണൂർ നടന്ന സമ്മേളനത്തിനോട് പോലീസ് സ്വീകരിച്ച നിലപാട് കണ്ട് പിന്നെ ഒന്നും അതിന് മുന്നിലേക്ക് നടന്നില്ല. എന്നാൽ നമ്മൾ പരസ്പരം വിഷമിക്കുകയും അതിനെക്കുറിച്ച് ബോധേഡാവുകയും അതിനെക്കുറിച്ച് കൺസേൺഡായി വായിക്കുകയും ചർച്ച ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിലധികം കളക്റ്റീവായി നമ്മളൊന്നും ചെയ്യുന്നില്ല. പേഴ്സണലി നമുക്ക് ചെയ്യാൻ കഴിയില്ല, ധൈര്യമില്ല. കളക്റ്റീവായി നമ്മളൊന്നും ചെയ്യുന്നില്ല. മറ്റ് പല അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റി എന്ന ഇസ്ലാമോഫോബിയയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു ഫാക്കൽറ്റി എന്ന നിലയിൽ എന്നോട് പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഹാവിങ് ഓഫ് ആൻ ഇസ്ലാമോഫോബിയ കോൺഫറൻസ്? ഇത് ബർക്ക്ലിയിൽ പലപ്പോഴും ഇങ്ങനെ പോവുകയും തിരിച്ചു വരികയും ചെയ്യുമ്പോൾ ഇവിടെയുള്ള പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇസ്ലാമോഫോബിയയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക മാത്രം ചെയ്തിട്ട് വാട്ട് കംസ് ഔട്ട് ഓഫ് ഇറ്റ്? എന്ത് ചേഞ്ചാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? സോ വൺ തിങ് ഇസ് വി ആർ മോർ അവെയർ ഓഫ് ഹൗ ദ സ്ട്രക്ചർ വർക്ക്സ്. പക്ഷേ അതല്ലാതെ the next thing is there is documentation happening. നാളെ ഒരു കാലത്ത് ഇങ്ങനെയാണ് ഹിസ്റ്ററി വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഇത് വന്നത് എന്ന് നമുക്ക് തെളിവുണ്ടാവുന്നു. ഇതിൽ മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, കളക്റ്റീവായ ആക്ഷനുള്ള ഒരു ചാൻസ് കൂടിയാണ് ഇത്തരം വേദികളും കോൺഫറൻസുകളും നമുക്ക് തരുന്നത്. ഇനി ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട് ഈ കോൺഫറൻസിൻ്റെ അവസാനം, ഇതൊരു അക്കാഡമിക് കോൺഫറൻസാണ്, എന്തുകൊണ്ട് ഈ അക്കാഡമിക് കോൺഫറൻസിൻ്റെ അവസാനം നിങ്ങളിൽ എല്ലാവരും തയ്യാറാവുമെങ്കിൽ ഒരു മെമ്മോറാണ്ടം ടു ദി കേരള ഗവൺമെൻറ് ആസ് കൺസേൺഡ് കേരളൈറ്റ്സ് ഹു ഹാവ് എലക്റ്റഡ് ദെം ടു പവർ, എന്തുകൊണ്ട് നമുക്കൊരു അഭിപ്രായം അല്ലെങ്കിൽ നമ്മളുടെ കൺസേൺ സോളിഡാരിറ്റിയുടെ ഈ വേദി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്നൊരു കളക്റ്റീവ് എഫേർട്ട്, എല്ലാവരുടെയും ഒരു സിഗ്നേച്ചർ ക്യാമ്പയിനായി അത് ഏറ്റെടുക്കുകയും എന്തുകൊണ്ട് നമുക്കതൊരു ഗ്രൂപ്പ് എഫേർട്ടായി കേരള മുഖ്യമന്ത്രിയുടെ മുമ്പിലും വെക്കാൻ ആയിക്കൂടാ? അങ്ങനെ വെക്കണം എന്നാണ് എൻ്റെ ഒരു ആവശ്യം. ഇതിപ്പോൾ സോളിഡാരിറ്റി നേതാക്കളെ ബാധിക്കണം എന്നില്ല. ഇത് ഇവിടെയുള്ള ഓരോ കൺസേൺഡ് പേഴ്സൺ ഇൻ ദ റൂം, ഐ വോണ്ട് കോൾ സിറ്റിസൺ ഇൻ ദ റൂം, കൺസേൺഡ് ഇന്ത്യൻ സിറ്റിസൺ എന്നൊന്നും വിളിക്കുന്നില്ല, പക്ഷേ ആസ് കൺസേൺഡ് പീപ്പിൾ അങ്ങനെ ഒരു കളക്റ്റീവ് എഫേർട്ടിലേക്ക് കൂടി ഈ ഒരു സെമിനാറിനെ, ബിക്കോസ് കളക്റ്റീവായ ഒരു എഫേർട്ടിന് ഒരിക്കലും നിഷേധിക്കപ്പെടാനാകാത്ത ഒരു സ്ഥാനമുണ്ട്. കളക്റ്റീവ് എഫേർട്സ് അല്ലാത്ത, അതായത് ഒറ്റപ്പെട്ടു പോകുന്ന ആടിനെ വേട്ടയാടാനുള്ള സൗകര്യം, അത് ഒരു സംഘടന എന്ന നിലയിലോ അല്ലെങ്കിൽ പേഴ്സണലി ആസ് മുസ്ലിംസ് നിങ്ങൾ ആരും അനുവദിച്ച് നൽകരുതെന്നും, എന്നാൽ പോലും കശ്മീരിന് വേണ്ടി സംസാരിക്കാതിരിക്കൽ അല്ലെങ്കിൽ കശ്മീരിൽ നടക്കുന്നതിനെക്കുറിച്ച് പേടിയുടെ പേരിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മുസ്ലിം ഭീതി അവരിലും മുസ്ലിങ്ങൾ എന്ന നിലയിൽ നമ്മളിലും സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഭീതിക്ക് അടിപ്പെട്ട് പോവുക, അത് ഈ മുസ്ലിം എന്ന നിലയിൽ എനിക്ക് യോജിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ എന്നാൽ എനിക്ക് കഴിവില്ല, സധൈര്യം പറയുകയാണ്, എനിക്കതിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിവില്ല. നമുക്ക് എന്തുകൊണ്ടത് ഒരുമിച്ച് ചെയ്തുകൂടാ എന്ന അഭിപ്രായം കൂടി നിങ്ങളുടെയും സോൾഡാരിറ്റിനെയും മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ കമൻസ് അവസാനം